ഹലോ, അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം പറയാനൊരു കാത്തുമ്മൂടെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു കേട്ടോ. കാത്തുമ്മയ്ക്ക് ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇങ്ങനെ വീഡിയോയ്ക്ക് വോയിസ് കൊടുക്കുമ്പോൾ അവൾക്കും വന്നിരുന്ന് ഓരോന്ന് പറയാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഹലോ പറഞ്ഞേ. ഹലോ, സുഖമാണോ ചോദിച്ചു? സുഖമാണോ? അപ്പം ഞാൻ രാവിലെ നേരത്തെ തന്നെ എഴുന്നേറ്റു. നേരത്തെ വെച്ചൊരു 7:30. ഏട്ടനും കാത്തുമ്മ നല്ല ഉറക്കാട്ടാ. ഈ അപ്പനും അവളെ സ്നേഹം കണ്ട വിചാരിക്കും ഈശ്വര ഒരു ഫുൾ ടൈം ഇത്ര സ്നേഹത്തിലാന്ന്. പക്ഷെ അല്ല കേട്ടാ, ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവർ തുടങ്ങും മടി ഉണ്ടാക്കാൻ. ഉറങ്ങുമ്പോൾ മാത്രം കെട്ടിപ്പിടിച്ച് കിടക്കും. രാത്രി കിടക്കുമ്പോഴും രാവിലെ എഴുന്നേൽക്കുമ്പോഴും ഭയങ്കര സ്നേഹം. ബാക്കിയുള്ള ടൈം ഫുള്ളും അപ്പയും മോളും ഫുൾ ടൈം മടി ഉണ്ടാക്കുന്ന രണ്ട് വ്യക്തികളാണ് അല്ലേ? ഇനി നേരം കളയാതെ നമുക്ക് അടുക്കളയ്ക്ക് പോവാം. അങ്ങനെ അടുക്കളയ്ക്ക് എത്തി ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്നൊരു ഉണർവ് വരും. എൻ്റെ ആദ്യത്തെ പരിപാടി എൻ്റെ ദോശമാവ് പൊന്തിയൊന്ന് നോക്കലാണ്. കാരണം ഞാൻ ദോശയ്ക്ക് അരച്ച് വെച്ചത് രാത്രി 11:30 ആകുമ്പോഴാട്ടോ. ഞങ്ങൾ സിനിമയ്ക്ക് പോയിട്ട് വന്നിട്ട് കിടക്കുമ്പോൾ അത്യാവശ്യം ലൈറ്റ് ആയിരുന്നു. ഇപ്പോൾ ഒരു 11:30 അരച്ച് വെച്ചതാണ്. പക്ഷെ എന്നാലും കുഴപ്പമില്ല കേട്ടോ, അടിപൊളിയായിട്ട് പൊന്തിയിട്ട് വന്നിട്ടുണ്ട്. അപ്പം എനിക്ക് സമാധാനം തോന്നി. പിന്നെ ഇഡ്ഡലി ഉണ്ടാക്കണോ ദോശ ഉണ്ടാക്കണോ എന്നാണ് ആദ്യത്തെ ആലോചന. അപ്പം ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പെബിക്ക് മസാല ദോശ ആയിക്കൊരു പൂതി ഉണ്ട്. അപ്പം എന്തായാലും മസാല ദോശ ഉണ്ടാക്കാം എന്ന് വിചാരിക്കുന്നുണ്ട്. ഇവിടെ എൻ്റെ മോളെന്നെ കടിച്ച് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്നേഹം കൂടുമ്പോൾ പരിപാടികൾ ഇതൊക്കെ. ഇനി മാവ് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിൽ ഉപ്പിട്ട് കൊടുക്കുക. ഞാൻ ഇന്നലെ അരയ്ക്കുമ്പോൾ ഉപ്പിട്ടില്ല കേട്ടോ. അപ്പം ഇന്ന് രാവിലെയാണ് ഞാൻ ഉപ്പിട്ട് കൊടുത്തത്. ഞാൻ നന്നായി ഇളക്കിയെടുക്കണം. ഞാൻ നിന്നോടും മിണ്ടില്ല, നീ വായ അടച്ചിരുന്നോ. ഞാനും കാത്തുമ്മ അടി ഉണ്ടാക്കിയിരിക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് സാമ്പാർ വയ്ക്കാനുള്ള പരിപാടിയിലേക്ക് കിടക്കാം. ദോശ കാത്തോ വാടക്കേ. അങ്ങനെ എൻ്റെ ഡപ്പയത്തെ പരിപ്പൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ അതിൽ ചെറിയൊരു പൊതിയിൽ ഞാൻ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാട്ടെ ഞാൻ എടുത്ത് നന്നായി കഴുകിയെടുക്കുന്നത്. നന്നായി കഴുകിയതിന് ശേഷം അതിൽ തന്നെ പരിപ്പിന് ആവശ്യമുള്ള വെള്ളം കൂടി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇത് രണ്ടും നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. സാമ്പാർ ഉണ്ടാക്കുമ്പോൾ നമ്മളിതിൽ ആദ്യം പരിപ്പ് വേവിക്കുമ്പോൾ വേറെ ഒന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് നമുക്കൊരു 3 വിസിലടുപ്പിക്കാം. ഞാൻ അപ്പം അതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു 3 വിസിലടിച്ച് കിട്ടുന്ന വരയ്ക്ക് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം നേരെ നമുക്ക് അടുപ്പത്ത് കയറ്റാം. എൻ്റെ ഗ്യാസ് അടുപ്പിൽ തീ ഭയങ്കര കുറവാട്ടോ. അത് റെഡിയാക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ട് ഇതുവരയ്ക്ക് പോകാൻ പറ്റിയിട്ടില്ല. ഇവിടുത്തെ മെയിൻ പരിപാടി ഇതാണ്. എന്തെങ്കിലും ശരിയാക്കാൻ പോകാമെന്ന് പറഞ്ഞാൽ പിന്നാവട്ടെ മാറ്റി വയ്ക്കും. പിന്നെ ഇനി നമുക്ക് സാമ്പാറിനുള്ള കഷ്ണങ്ങളും കാര്യങ്ങളൊക്കെ അരിഞ്ഞ് സെറ്റാക്കാം. അപ്പം പ്രത്യേകിച്ച് എൻ്റെ കയ്യിൽ കഷ്ണങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ ഇന്നലെ കഴുകി വെച്ച പാത്രങ്ങളൊക്കെ ഒതുക്കി മാറ്റി വയ്ക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ തലേദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസമായിട്ട് ഞാൻ ഒതുക്കി വയ്ക്കാറ്. അപ്പോൾ ഒരു 2 സബോള എടുക്കുന്നുണ്ട്. അതുപോലെ ക്യാരറ്റ്, തക്കാളി, ഉരുളൻകിഴങ്ങ്, ഇത്രയ്ക്ക് കഷ്ണങ്ങൾ എൻ്റെ കയ്യിലുള്ളൂ. സാമ്പാറിന് മെയിനായിട്ട് വേണ്ട വെണ്ടക്കായും മുരിങ്ങക്കായും ഒന്നും എൻ്റെ കയ്യിലില്ല കേട്ടോ. പക്ഷെ എന്നാലും ഞാൻ കൂടുതലും സാമ്പാർ ഉണ്ടാക്കി 3-4 കഷ്ണങ്ങൾ വെച്ചിട്ട് തന്നെയാണ്. എന്താ പറയുക, ഇവിടെ ഏറ്റവും ഇഷ്ടം ഏട്ടനും കാത്തനും ഉരുളൻകിഴങ്ങും ക്യാരറ്റും തക്കാളിയൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് ഇതെല്ലാം ഇട്ടിട്ട് ഞാൻ തട്ടിമുട്ടിയ സാമ്പാർ ഉണ്ടാക്കലേ ഞാൻ എൻ്റെ സ്ഥിരം പരിപാടി. ഇവിടെ കാത്തുമ്മ പ്രാന്തത്തിൽ ഇരുന്ന് എണ്ണി പറക്കുന്നുണ്ട്. തല്ലുണ്ടാക്കി കഴിഞ്ഞ് പിന്നെ ഇന്നൊരു പണി ചെയ്യാൻ സമ്മതിക്കില്ല. പിന്നെ ഞാൻ നാളികേരം വെട്ടിയെടുക്കുന്നുണ്ട്. കഷ്ണങ്ങളൊക്കെ ഞാൻ തൊലി കളഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. കാത്തുവോ ഏട്ടാ, നിനക്ക് ഇതിനെ കൊണ്ടുപോകാൻ പറ്റുമോ? നല്ല തേങ്ങ വെള്ളം ആയതുകൊണ്ടാണ് ഞാനൊരു ഗ്ലാസ്സിലേക്ക് മാറ്റി വെച്ചിട്ട് നമ്മളെ കാത്തുമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ നാളികേരമൊക്കെ ചെരുകി എടുക്കാം. കാത്തുമ്മ ഉറങ്ങുമ്പോൾ ചെയ്യാൻ പറ്റിയ ഏറ്റവും മെയിൻ പരിപാടി എന്താ വെച്ചാൽ നാളികേരം ചെരുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ അവൾ സമ്മതിക്കില്ല. അവൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് നാളികേരം കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ചെരുകുമ്പോൾ ആ പ്ലേറ്റ് ഉടക്കനെ അവൾക്ക് കിട്ടണം. അപ്പം അതിന് നല്ല തരം അലമ്പ് കാണിക്കും. അതുകൊണ്ട് അവൾ ഉറങ്ങുമ്പോഴാണ് എനിക്ക് കൂടുതലും നാളികേരം ചെരുക ഇഷ്ടം. അല്ലെങ്കിൽ നമുക്ക് ഒരു പണി ചെയ്യാൻ സമ്മതിക്കില്ല. അത്രയും ദേഷ്യം വരും നമുക്ക്. ഞാനും കാത്തുമ്മയും അല്ലെങ്കിൽ കാത്തുമ്മയായിരുന്നു എപ്പോഴും അടി ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇതിൻ്റെ ഇടയിൽ ഞാൻ ഉരുളൻകിഴങ്ങ് വേവിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട്, മസാലയ്ക്ക് വേണ്ട. അപ്പം അത് ഞാൻ കുക്കറിലേക്ക് ഇട്ടിട്ട് അതും അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട്. അങ്ങനെ അതാ നമ്മൾ നാളികേരം ചെരുകിയെടുത്തു. അപ്പോൾ അതിൻ്റെ പകുതി നാളികേരം മതി. അതുകൊണ്ട് ഞാനത് മാറ്റി വയ്ക്കുന്നുണ്ട്. ബാക്കി നമുക്ക് നാളികേര ചമ്മന്തി ഉണ്ടാക്കാം, ചട്നി ഇല്ലേ, അത് ഉണ്ടാക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. അപ്പോൾ ബാക്കി സാമ്പാറിൻ്റെ നാളികേരത്തിലേക്ക് ചുവന്നുള്ളി, ഉഴുന്ന്, ഉലുവ, പരിപ്പ് ഇട്ട് മാറ്റി വയ്ക്കാം. ഇത് നമുക്ക് ചീഞ്ചട്ടി അടുപ്പത്ത് കയറ്റിയിട്ട് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഞാൻ നല്ല വെളിച്ചെണ്ണ കേട്ടോ. ഓയിൽ ഒഴിക്കണമെങ്കിൽ ഓയിൽ ഒഴിക്കും. ഞാൻ ഇപ്പോൾ കൂടുതലും വെളിച്ചെണ്ണ ഓയിലാണ് ഫുഡെല്ലാം ഉണ്ടാക്കാറ്. ഞാൻ അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഈ നാളികേരം ചുവന്നുള്ളിയും പരിപ്പൊക്കെ എടുത്തില്ലേ, അത് നിരട്ട് കൊടുക്കുക. ഞാൻ നന്നായി വറുത്തെടുക്കണം. നന്നായി വറുത്തതിൻ്റെ കളറൊക്കെ മാറണം. നമുക്ക് കൈവിടാതെ ഇളക്കി തന്നെ വേണം, അല്ലെങ്കിൽ ഒരു സൈഡ് കരിഞ്ഞ് പോവും.
അങ്ങനെ കരിഞ്ഞു പോയാലും ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ കൈ വിടാതെ തന്നെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ. ഞാൻ തന്നെയാണ് വീട്ടിലും കല്യാണത്തിന് മുന്നേ അമ്മ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ ഈ നാളികേരം വറുക്കണ പണി എനിക്ക് തരും. അപ്പോൾ ആ ടൈമിൽ അമ്മ വേറെ വല്ല പരിപാടികൾ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് എനിക്കിത് വറുത്തിട്ട് നല്ല ശീലമുള്ളതുകൊണ്ട് തന്നെ അതിന് വേറെ പണിയൊന്നും കിട്ടാറില്ല കേട്ടോ. അങ്ങനെ ഈ ഒരു കളറാകുമ്പോൾ ഞാൻ അതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി ചെറിയ തീയിലിടുക. ഈ ഒരു കളറായി കഴിഞ്ഞാൽ പിന്നെ ചെറിയ തീയിലിടണം, അല്ലെങ്കിൽ അരിഞ്ഞു പോവും നാളികേരം. അതിലേക്ക് മല്ലിപ്പൊടി, മുളകും പൊടി, അത് നിങ്ങളെ എരിവിന് ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഇനി അതൊന്ന് അതിൻ്റെ പച്ചമണം മാറി വന്നു കഴിഞ്ഞാൽ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഗ്യാസ് അടുപ്പ് ഓഫ് ചെയ്യുക. ഈ വെള്ളം ഒഴിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചട്ടിയുടെ ചൂടത്തിരുന്നിട്ട് കരിഞ്ഞു പോവും. കരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് മാറ്റി വയ്ക്കുന്നത്. ഇനി അത് ചൂടാറുന്ന ടൈമിൻ്റെ ഉള്ളിൽ നമുക്ക് ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ കഴുകി മാറ്റി വയ്ക്കാം. വേഗം പോയിട്ട് കുളിച്ചിട്ട് വരാം. അങ്ങനെ ഞാൻ കുളിയെല്ലാം കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാൻ കുളിക്കുമ്പോൾ നമ്മൾ കാത്തുമ്മനെയും കുളിപ്പിക്കാറുണ്ട് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഏട്ടൻ്റെ കൂടെ കുളിക്കാൻ വിട്ടേച്ച് കഴിഞ്ഞാൽ പച്ചവെള്ളത്തിലേ കുളിക്കുള്ളൂ. അരമണിക്കൂറിൻ്റെ ഉള്ളിൽ തീരുന്ന കുളി 1 മണിക്കൂർ എടുത്തിട്ട് വല്ല പനി വരുത്തി വയ്ക്കും. അപ്പം അതുകൊണ്ട് കൂടുതലും ഞാൻ തന്നെയാണ് കുളിപ്പിക്കുക. അതുപോലെ ഞാനിപ്പോൾ ഈ ബേബി ഓയിൽ ഞാൻ പരറ്റി കൊടുക്കാറുണ്ട്. അവളുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് ഡ്രൈ ആണ പോലെ തോന്നിയപ്പോൾ ഞാൻ പരറ്റി കൊടുക്കുന്നതാണ്. ഈ വെളിച്ചെണ്ണ വെച്ച് കഴിഞ്ഞാൽ വെയിറ്റ് ചെയ്യില്ല. ഒന്ന് വെളിച്ചെണ്ണ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നടക്കാൻ പറഞ്ഞ് പറ്റില്ല. അവർക്ക് വെളിച്ചെണ്ണ വെച്ചാൽ അപ്പം തന്നെ കുളിക്കണം. അതുകൊണ്ട് തന്നെ കുളി കഴിഞ്ഞ് ഞാനിപ്പോൾ ഈ ഒരു ഓയിൽ തേച്ച് കൊടുക്കും. എനിക്ക് ഈ കാത്തുൻ്റെ സ്കിന്ന് കുറച്ച് മാറ്റമൊക്കെ തോന്നുന്നുണ്ട്. എന്താ കാര്യം എനിക്കറിയില്ല, നല്ലതാണോ എന്നൊന്നും പറയാറായിട്ടില്ല. അങ്ങനെ നമ്മൾ വേവിച്ച് വെച്ച പരിപ്പില്ലേ, ഞാൻ നന്നായിട്ട് ഉടച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മളെ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞിടുക. അപ്പോൾ ഞാൻ സബോളയും തക്കാളിയൊക്കെ അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. സബോള ഇതേപോലെ നീളത്തിൽ തന്നെയാണ് അരിയുക. 2 സബോള ഇട്ട് കൊടുക്കുന്നുണ്ട്. വേറെ കഷ്ണങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഉള്ള ഐറ്റംസ് ഞാൻ കുറച്ചധികം ഇട്ട് കൊടുക്കും. സാധാരണ അമ്മയൊക്കെ ഒരു സബോള എടുക്കാറുള്ളൂ, പക്ഷേ എൻ്റെ വേറെ കഷ്ണങ്ങളൊന്നും ഇല്ലല്ലോ. 2 സബോളയും 2 ക്യാരറ്റൊക്കെ അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഉരുളൻകിഴങ്ങ് ബേബി പൊട്ടറ്റോ ആട്ടോ. അപ്പം അത് ഞാനിങ്ങനെ നടുമുറിച്ചിട്ട് കൊടുത്തു. നമ്മളെ കാത്തുമ്പയ്ക്ക് വേണ്ടി മേടിച്ച് വെച്ചതാണ്. പിന്നെ അതുകൊണ്ട് വേറെ ഒന്നും ഉണ്ടാക്കാത്തതുകൊണ്ട് ഞാൻ സാമ്പാറിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ തക്കാളി, അതൊരു 2 തക്കാളി ഞാനിങ്ങനെ 4 പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്തു. 6 പീസ് ഉണ്ടാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്തു. പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിലുള്ള ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ഇതൊന്ന് വെന്ത് വരാനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണം. അതേപോലെ തന്നെ കായപ്പൊടി, സാമ്പാർ കായൽ, അതും കൂടി ഇട്ട് കൊടുത്ത് നേരെ അടുപ്പത്ത് കയറ്റുക. ഇനി അത് വേവുള്ള വെള്ളം ഞാൻ ഇപ്പോഴാണ് ഒഴിക്കണം. അത് നമ്മളൊരു അളവിനനുസരിച്ച് കുറച്ച് വെള്ളം, ഞാനൊരു പകുതി ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തു. ഞാൻ അത് അവിടെ നിന്നിട്ട് വെന്ത് സെറ്റ് ആവട്ടെ. അപ്പോഴേക്കും നമുക്ക് അരപ്പ് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ അരപ്പ് ജാറിലേക്ക് ഇട്ടു. അതേപോലെ തന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായി അരച്ചെടുക്കുന്നുണ്ട്. ചൂടാറിയതിൻ്റെ ശേഷമാണ് നമ്മളിത് ചെയ്യാം കേട്ടോ. ആ നേരത്താണ് കാത്തുമ്മ സ്നിക്കേഴ്സ് എടുത്തിട്ട് പകുതി കഴിച്ചിട്ട് കൊണ്ടു തന്നത്. അത് പിന്നെ ഞാൻ കഴിക്കേണ്ടി വന്നു. എനിക്ക് ചോക്ലേറ്റ് ചില നേരത്ത് മാത്രമേ കഴിക്കാൻ തോന്നുള്ളൂ. അപ്പോൾ ഈ നേരത്തെ എനിക്ക് വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ട് ഞാൻ ചോക്ലേറ്റ് കഴിച്ചു. ബാക്കിയുള്ള ഞാൻ ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ചു കേട്ടോ. പിന്നെ നമ്മളെ കാത്തുമ്മനെ കൊടുത്തിട്ട് ഞാൻ ഇവിടെ ഇരുത്തിയിട്ടുണ്ട്. ഒരു സ്ഥലത്തൊരു മിനിറ്റ് ഒതുങ്ങിയിരിക്കില്ല. അതുകൊണ്ട് എൻ്റെ പിന്നാലെ വരും. പിന്നെ ഞാൻ നേരത്തെ ഏട്ടനെ കടയിലേക്ക് വിട്ടേച്ച് കേട്ടോ, പച്ചമുളകും ഇഞ്ചിയും മേടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ആ നേരത്തിൻ്റെ ഉള്ളിൽ പാലും കാത്തൂൻ്റെ എടുത്തിട്ട് ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ചിട്ടൊക്കെ ഞാൻ അവൾക്ക് കൊടുക്കുന്നുണ്ട്. നമ്മളെ കഷ്ണങ്ങളും ഇടയ്ക്കിടയ്ക്ക് ഇളക്കി നോക്കുക, വെന്തിട്ടുണ്ടോ എന്തായി നോക്കുക. പിന്നെ ഞങ്ങൾ ആളിൽ പോയിരുന്നിട്ട് കാത്തുമ്മ പാല് കുടിക്കുന്നുണ്ട്. കാത്തുമ്മയ്ക്ക് ടിവിയിൽ കാർട്ടൂൺ വെച്ച് കൊടുത്തു. അതിൻ്റെ ഇടയിൽ തലയിൽ വല്ല പാൻ വന്നിട്ടുണ്ടോ എന്നാണ് ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ നോക്കുന്നത്. ഇങ്ങനെ അവൾ വല്ല സ്ഥലത്ത് ശ്രദ്ധ തെറ്റിയിരിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ഇങ്ങനെയുള്ള ഓരോ പണികൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോഴേക്കും നമ്മളെ ഏട്ടൻ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഏട്ടേന്ന് നമ്മൾ മേടിക്കാൻ ഏൽപ്പിച്ച പച്ചക്കറി എന്ന് പറയില്ല, പച്ചമുളകും ഇഞ്ചിയും കോഴിമുട്ടയും തക്കാളി കേട്ടോ. അപ്പം അതൊക്കെ ഞാൻ മേടിച്ചിട്ട് ഞാൻ നേരെ അടുക്കളയിൽ പോയി. അപ്പോഴേക്കും നമ്മൾ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു. ഇനി അതിലേക്ക് നമുക്ക് പുളി പിഴിഞ്ഞൊഴിക്കാം. അതേപോലെ തന്നെ നമ്മൾ അരച്ച് വെച്ച അരപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഞാൻ ആ ജാറൊന്ന് കഴുകിയിട്ട് 2 വട്ടം കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക. കാരണം ഒരുപാട് കട്ടിയാകാൻ പാടില്ലല്ലോ. അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ടേസ്റ്റൊക്കെ നോക്കുക. ഇനി അതിൽ വല്ല കുറവുണ്ടെങ്കിൽ അതിട്ട് കൊടുക്കുക.
ഞാനപ്പോൾ കുറച്ച് ഉപ്പും കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അത് അവിടെ നിന്ന് തിളച്ചെനിക്ക് നമ്മൾ സാമ്പാർ സെറ്റാവും കേട്ടോ. പിന്നെ ഞാൻ മസാലയ്ക്ക് വേണ്ട ഇഞ്ചി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ കുഞ്ഞുതാക്കി വേണം കേട്ടോ മുറിക്കാൻ. അതേപോലെ തന്നെ 2 പച്ചമുളക്. പിന്നെ നമ്മൾ വേവിച്ച ഉരുളക്കിഴങ്ങ് കൈകൊണ്ട് ഇങ്ങനെ ഉടച്ചു കൊടുക്കുക. ഇങ്ങനെ കൈകൊണ്ട് നന്നായി ചെറുതാക്കി ഉടച്ച് മാറ്റി വയ്ക്കുന്നുണ്ട്. ഞാൻ തൊലി കളഞ്ഞിട്ടാണ് ഈ പ്രാവശ്യം വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. കൂടുതലും ബേബി പൊട്ടറ്റോ ആയതുകൊണ്ട് അത് ഞാൻ തൊലി കളഞ്ഞിട്ടാണ് വേവിക്കാൻ വെച്ചത്. എനിക്കതിൻ്റെ വേവും കാര്യങ്ങളൊന്നും കറക്റ്റ് അറിയില്ല, അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ ചീഞ്ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായി വന്ന് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി വരുന്നതോട് കൂടിയിട്ട് നമുക്ക് ഉഴുന്നും പരിപ്പും ഇട്ട് കൊടുക്കാം. അതൊന്ന് ചൂടായി വന്നാൽ അതിലേക്ക് ഇഞ്ചി കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കുക. അതൊന്ന് മൂത്ത് വരുന്നതോട് കൂടിയിട്ട് നമുക്കതിലേക്ക് സബോളയും പച്ചമുളകും ഇട്ട് കൊടുക്കട്ടെ. ഞാനൊരു സബോളയും 2 പച്ചമുളകാട്ടോ എടുത്തിരിക്കുന്നത്. നമുക്ക് മസാലയ്ക്കുള്ള ഒരു പച്ചമുളകിൻ്റെ മാത്രമാണ്, വേറെ മുളകും പൊടി കാര്യങ്ങളൊന്നും ഇടില്ല കേട്ടോ. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായി ഇളക്കി അതൊന്ന് വാടി കിടന്നിരിക്കുന്ന ഇളക്കി കൊടുക്കുക. അതൊന്ന് വാടി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ആവശ്യത്തിലുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരു മഞ്ഞ കളർ നമുക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അതൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ഉരുളക്കിഴങ്ങ് വേവിച്ചത് ഇട്ട് കൊടുക്കുക കേട്ടോ. നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ മസാല. ചിലവരിൽ ഗരം മസാലയും കാര്യങ്ങളൊക്കെ ചേർക്കും. അമ്മ അതൊന്നും ചേർത്തിട്ട് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാനും വേറെ മസാലകളോ കാര്യങ്ങളോ ഒന്നും ഇടില്ല. അത് ഈ മഞ്ഞൾപ്പൊടി ഉപ്പിനാട്ടോ പൊടികളിൽ ഇടുള്ളൂ, വേറെ ഒന്നും ഇടില്ല. അങ്ങനെ നമ്മൾ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി അത് നമുക്ക് മാറ്റി വെച്ചിട്ട് ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാൻ വേണ്ടി നോക്കാം കേട്ടോ. അപ്പം ഞാൻ ദോശപാത്രം എടുക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. എവിടെ വെച്ചാണ് എനിക്ക് വലിയ ഓർമ്മയൊന്നുമില്ല. അത് എടുത്തോടന്ന് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാൻ കുറേ ദിവസത്തേക്കുള്ള മാവ് ഒരുമിച്ചെല്ലാം അരച്ച് വയ്ക്കുക. അപ്പം അതിന് കുറച്ച് ശേഷം മാവ് എടുത്തിട്ട് നമ്മൾ ആവശ്യത്തിനനുസരിച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ആക്കിയിട്ട് ചെയ്യുക. ഞാൻ ഇഡ്ഡലിക്കുള്ള പരുവത്തിലാണ് അരച്ച് വയ്ക്കുക. അപ്പം അതിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ ദോശയ്ക്കുള്ള പരുവായി. അങ്ങനെയാട്ടെ ഞാൻ സാധാരണ എപ്പോഴും ദോശയ്ക്ക് ഇഡ്ഡലിക്കൊക്കെ മാവ് അരച്ച് വയ്ക്കുക. ഞാൻ സെപ്പറേറ്റ് ആയിട്ട് അരയ്ക്കാറൊന്നുമില്ല. ഒരു ഇഡ്ഡലിക്ക് വേണ്ട പാകത്തിൽ അരയ്ക്കും. പിന്നെ അതിൽ കുറച്ച് വെള്ളം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ദോശയ്ക്കുള്ള ഭാഗമായി. അങ്ങനെയൊക്കെ ചെയ്യണവരുണ്ടാവും. ഞാൻ കൂടുതൽ അങ്ങനെ തന്നെയാണ് ചെയ്യുക. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് മാവ് എടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കലക്കിയെടുത്തു. അപ്പോൾ നമ്മൾ ദോശ ഉണ്ടാക്കാനുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാനുള്ള പരിപാടിയിലേക്ക് കിടക്കാം. ദോശപാത്രം ചൂടായി വന്നപ്പോൾ നമുക്കതിലേക്ക് കുറച്ച് വെള്ളം തെളിച്ചിട്ട് മാവ് ഒഴിച്ച് നല്ല കനം കുറച്ച് പരത്തിയെടുക്കുക കേട്ടോ. നമുക്ക് മസാല ദോശയ്ക്ക് ഒരിക്കലും ദോശ കനം ഉണ്ടാകും പാടില്ല. കനം കൂടി കഴിഞ്ഞാൽ ടേസ്റ്റ് പോവും. അങ്ങനെ അതിലേക്ക് നെയ്യും തടവി കൊടുക്കുന്നുണ്ട്. ഞാൻ കാത്തുമ്മയ്ക്കുള്ള ദോശ കൊണ്ട് കഴിക്കാൻ ഞാൻ കുറച്ച് കൂടുതൽ നെയ്യ് ചേർക്കാറുണ്ട് കേട്ടോ. അവൾക്ക് കഴിക്കുന്ന ഫുഡിൽ എന്തെങ്കിലും നെയ്യ് എന്തെങ്കിലും ചേർന്നാലാണ് എന്തെങ്കിലും ആരോഗ്യം ഉണ്ടാവുള്ളൂ. അവളങ്ങനെ ഒരുപാട് ഫുഡ് കഴിക്കുന്ന ആളല്ലല്ലോ. കഴിക്കുന്ന ഫുഡ് എന്താണോ അതിൽ ഞാൻ നെയ്യും ഇതേപോലെ അണ്ടിപ്പരിപ്പാൻ എന്തെങ്കിലുമൊക്കെ കൂടുതലായിട്ട് ചേർക്കും. അവൾക്ക് ചട്നി ഭയങ്കര ഇഷ്ടം. അപ്പോൾ ചട്നി ആയിരിക്കും ഞാൻ അണ്ടിപ്പരിപ്പും കൊണ്ട് ഇട്ടിട്ടാണ് അരയ്ക്കുക. നല്ല ടേസ്റ്റുമാണ്, അവൾക്ക് ഇഷ്ടമാണ്. ആൾക്ക് അണ്ടിപ്പരിപ്പും ബെസ്റ്റൊന്നും കഴിക്കാനും പഠിപ്പിച്ച് കൊടുക്കണ്ട. എന്നാലും എൻ്റെ സമാധാനത്തിന് ഞാൻ അങ്ങനെ ചേർക്കണമെന്ന് മാത്രം. അങ്ങനെ ദോശ ആയി വരുമ്പോൾ നമുക്ക് മസാല ഇട്ടിട്ട് ഒന്ന് പരത്തി കൊടുക്കുക, മടക്കുക. അപ്പോൾ നമ്മൾ കനം കുറഞ്ഞ മസാല ദോശ റെഡി ആയിട്ടുണ്ട്. അപ്പുറത്ത് നമ്മൾ സാമ്പാറും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫുഡ് കഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോഴേക്കും ഞാൻ എന്നോട് പറഞ്ഞിട്ട് കുളിച്ച് ഡ്രസ്സൊക്കെ മാറി നിൽക്കുക, ഫുഡ് റെഡി ആയി ഞാൻ കൊടുന്നേരാന്ന് പറഞ്ഞിട്ട് നിൽക്കുക കേട്ടോ. അപ്പം അതേപോലെ കനം കുറച്ചിട്ടാണ് നമുക്ക് ദോശ ചിറ്റെടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് കട്ടിയുള്ള മാവാണ്, ഇത്രയും കനം കുറച്ചിട്ട് നമുക്ക് ദോശ ചിറ്റാൻ പറ്റില്ല. അതേപോലെ നല്ലോണം വെള്ളം പോലെ ആവാനും പാടില്ല. ഒരു മീഡിയം പാകം ആണെങ്കിൽ നല്ല ഭംഗിയിൽ നമുക്ക് ദോശ കിട്ടും. ഇനി അത് മൊരിഞ്ഞ് വരുന്നതോട് കൂടിയിട്ട് നമുക്ക് മസാല ഇടുക. ചിലവർ മാവ് ഒഴിച്ച ശേഷം മസാല സൈഡിൽ പരട്ടാറുണ്ട്. ഞാൻ അങ്ങനെ ചെയ്യില്ല. മൊരിഞ്ഞ് വരുമ്പോൾ ആ ലാസ്റ്റ് ദോശ എടുക്കണ നേരത്താട്ടെ ഞാൻ മസാല ഇങ്ങനെ തേച്ച് കൊടുക്കുക. ചിലർ അതേപോലെ തന്നെ വല്ല പൊടിയൊക്കെ ദോശ ഇടാറുണ്ട്. ഞാൻ അതും ചെയ്യാറില്ല. ജസ്റ്റ് ഈ മസാല തന്നെ ചേർക്കാറുള്ളൂ, വേറെ ഒന്നും ചെയ്യില്ല കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റ് കേട്ടോ. നിങ്ങൾക്ക് ആരെങ്കിലും മസാല ദോശ ഉണ്ടാക്കാൻ അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കി നോക്കും. നല്ല ടേസ്റ്റുള്ള മസാല ദോശയാണ്. ഇതിൻ്റെ കൂടെ സാമ്പാർ തന്നെ വേണമെന്നൊന്നുമില്ല. ഒരു ചട്നി മാത്രമായാലും നല്ല ടേസ്റ്റായിട്ട് കഴിക്കാൻ പറ്റും. അങ്ങനെ ഞങ്ങളൊരു 3 ദോശ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് 3 ആൾക്ക് മതിയിട്ട്. ഞാൻ മസാല ദോശ ആകുമ്പോൾ ഒരു ദോശക്കിനെ ഞാൻ കഴിക്കുള്ളൂ. അതിനും കൂടുതലൊന്നും എനിക്ക് കയറില്ല. ഏട്ടന് 2 ദോശ, കാത്തുമ്പോൾ ഞാൻ ചെറിയ ദോശ ഉണ്ടാക്കുന്നുണ്ട്. അപ്പുറത്തെ ഒരു പ്ലെയിൻ ദോശ ഉണ്ടാക്കി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് മസാല ദോശ കഴിക്കാൻ തോന്നിയില്ലെങ്കിൽ പ്ലെയിൻ ദോശ കഴിച്ചോട്ടെ വെച്ചിട്ട് അതും ഞാൻ മാറ്റി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ദോശപ്പണി കഴിഞ്ഞിട്ടുണ്ട്.
ഇനി നമുക്ക് ചട്നിക്കും സാമ്പാറിനുള്ള കടുക് കാച്ചാൻ വേണ്ടിയിട്ട് അടുപ്പത്തേക്കൊരു പാത്രം വെക്കുക. അത് ചൂടായി വന്ന് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. കാച്ചം പിന്നെ ആരും പഠിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. ചട്നിയിലേക്ക് ഞാൻ വെറും കടുകും മുഴുവൻ മുളകും മാത്രമേ ഇടണുള്ളൂ കേട്ടോ. സാമ്പാറിലേക്ക് മാത്രം ഉലുവി ഉഴുന്നൊക്കെ ഇടണുള്ളൂ. ഞാൻ കാത്തുമ്പോടും മാറി നിൽക്കാൻ പറയുക. കാരണം ഇത് പൊട്ടി മേത്തായാലൊന്ന് പേടിച്ച് ഞങ്ങളോട് മാറി നിൽക്കാൻ പറയുന്നത്. പറഞ്ഞാൽ കേൾക്കില്ല. അവൾ ആ തെറ്റത്ത് തന്നെ നിന്നിട്ട് ഇതൊക്കെ നോക്കിയിരിക്കും. അവൾക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഞാൻ അടുക്കളയിൽ പണിയെടുക്കുമ്പോൾ അവിടെ വന്ന് നിൽക്കാൻ. അങ്ങനെ ഞാൻ അടുത്ത് സാമ്പാറാട്ടോ കാച്ചുന്നത്. അപ്പം ഞാൻ സാമ്പാർ കാച്ചുമ്പോൾ ലാസ്റ്റ് കുറച്ച് മുളകും പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ മോരുകറിയിലൊക്കെ ഇടുന്ന പോലെ ഞാൻ വെറുതെ സാമ്പാറിലും കൂടി ഇട്ടു എന്നുള്ള എനിക്ക് എരി കുറവ് പോലെ ഫീൽ ചെയ്തപ്പോൾ ഞാൻ ഇട്ടാട്ടോ. അപ്പോൾ അതൊന്നും മൂത്ത് വരുന്ന കാരണം പച്ചമണമൊന്നും ഇല്ലാതെ ഇരിക്കും. അപ്പോൾ അങ്ങനെ ഞാൻ സാമ്പാർ ഉണ്ടാക്കിയിട്ട് അതൊരു പാത്രത്തേക്ക് ഒഴിക്കുന്നുണ്ട്. ഇനി നമുക്ക് വേഗം ചായ കുടിക്കാൻ പോവാം. നല്ല വിശപ്പായിട്ടുണ്ട് കേട്ടോ ഞങ്ങൾക്ക്. നിങ്ങൾക്ക് ഇതിൻ്റെ ഇടയിൽ കാത്തമ്മയുടെ ശബ്ദം എപ്പോഴും കേൾക്കാം. കാരണം അവൾ അവിടെ അലമ്പുണ്ടാക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ മാക്സിമം ഇതെല്ലാം കൊണ്ടു വയ്ക്കുമ്പോഴേക്കും ഞാൻ എന്നോട് പറഞ്ഞു കാത്തമ്മയ്ക്ക് ഒരു ബനിയിട്ട് കൊടുക്കാൻ. ഈ നേരത്തിൻ്റെ ഉള്ളിൽ അവൾ 3 ഡ്രസ്സിലും മാറിയിട്ടുണ്ട് കേട്ടോ. വേറെ ഒന്നും എന്തെങ്കിലും കഴിക്കും, അത് ഫുഡും ഡ്രസ്സുമേ ആക്കും. ഡ്രസ്സുമ്പോൾ തുള്ളി വെള്ളമായാൽ പോലും അവൾ പിന്നെ ആ ഡ്രസ്സ് ഇടില്ല. അവൾക്ക് അതപ്പൂരണം. ഇതിൻ്റെ ഇടയിൽ നിങ്ങൾ വരുന്ന കമൻറ്റാണ് ഷെബിന് എന്നെ സഹായിച്ചൂടെ, പെണ്ണ് എന്നെ പണിയെടുക്കണം എന്ന് നിർബന്ധമുണ്ടോയെന്ന്. ഷെബിൻ എന്നെ സഹായിക്കാത്ത ഒരാളല്ല. അവനിപ്പോൾ ചെയ്യാൻ പറ്റാത്തത് കാത്തുമ്മനെ അവൻ നോക്കിയാലാണ് എനിക്ക് എന്തെങ്കിലും പണിയെടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ ഏട്ടനോട് പറയും ഏട്ടൻ കാത്തുമ്മനെ നോക്കിയാൽ മതി, അടുക്കളത്തെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം പറയും. അതുകൊണ്ടാണ് അവനെ വേറെ വീഡിയോസിലും ഞാൻ ഫുഡ് ഉണ്ടാക്കുന്ന ഭാഗത്തേക്കൊന്നും കാണാത്തത്. ഇടയ്ക്കിടയ്ക്ക് ആരെങ്കിലും അത് ചിലപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെ പോകുന്നതാണ്. അല്ലാതെ അവനെ ഹെൽപ്പ് ചെയ്യാതെ ഇരിക്കാറൊന്നുമില്ല കേട്ടോ. ഈ വീട്ടിൽ ഞങ്ങൾ 3 ആളുള്ളൂ. അപ്പോൾ ഈ വീട്ടിൽ എന്ത് പണി ചെയ്യുകയാണെങ്കിലും അത് ഞങ്ങൾ 2 ആൾ തന്നെ ചെയ്യണം, വേറൊരാളും വന്ന് ചെയ്തു തരാനില്ല. അപ്പോൾ അതുകൊണ്ട് അവനെ നന്നായി ഹെൽപ്പ് ചെയ്യാറുണ്ട്. അത് എനിക്കൊന്നും ഈ വീഡിയോ ലാസ്റ്റോടുകൂടി നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ ഇതാട്ടെ നമ്മളെ മസാല ദോശ, നല്ല ചട്നി, നല്ല സാമ്പാർ. അയ്യോ ഇത് കാണുമ്പോൾ എനിക്ക് വീണ്ടും കഴിക്കാൻ തോന്നുന്നുണ്ട് കേട്ടോ. പാൻ്റെ റിവ്യൂ ആയിട്ടൊരു നല്ല ടേസ്റ്റ് ഉണ്ടെന്ന്. കാത്തുമ്പോൾ തലയൊക്കെ മാന്തിയിട്ടാണ് ഇരുന്ന് കഴിക്കുന്നത്. അവൾക്ക് ചൂടെടുത്തൊക്കെ അപ്പം വശർത്ത് ഞാൻ അപ്പം തല മാന്താൻ തുടങ്ങും. ഞാൻ ഫാറ്റില്ല വീഡിയോ ഓൺ വോയിസ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ അപ്പുറത്ത് ടി വിയിൽ പാട്ട വെച്ചിരിക്കണ ഈ മനുഷ്യൻ. പിന്നെ എങ്ങനെ ഞാൻ ഓൺ വോയിസ് എടുക്കാൻ, അതുകൊണ്ട് പിന്നെ ഞാൻ ഓൺ വോയിസ് കൊടുക്കഴിഞ്ഞത്. പിന്നെ ഞാൻ ഫുഡ് കഴിക്കുമ്പോൾ അവൾക്ക് എൻ്റെ കൈ കൊണ്ട് വായിൽ വെച്ച് കൊടുക്കുന്നവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവൾക്ക് വായിൽ വെച്ചിട്ട് ഫുഡ് കഴിക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം. പക്ഷെ എന്നാലും അവൾക്ക് എൻ്റെ പ്ലേറ്റിൽ ഫുഡ് വേണം. അതില്ലെങ്കിൽ അവൾ അലമ്പുണ്ടാക്കും. നമ്മളിപ്പോൾ ചിന്തിക്കുകയാണ് എനിക്ക് ബേബിക്കും ഫുഡ് എടുത്തിട്ട് ഞാൻ അവൾക്ക് വായിൽ വെച്ച് കൊടുത്താൽ മതി എന്ന് വിചാരിച്ചാൽ നടക്കില്ല. അപ്പോൾ അവൾക്കുള്ള ഫുഡ് എവിടെ വെച്ചിട്ട് അലമ്പുണ്ടാക്കും. ഞാൻ അവൾക്ക് ഫുഡ് എടുത്തു കഴിഞ്ഞാൽ അത് അവൾ പൊട്ടിച്ച് കളിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് ഞാൻ വായിൽ വെച്ച് കൊടുക്കുന്ന ഫുഡ് അവൾ കഴിക്കുകയും ചെയ്യും. അങ്ങനെയാട്ടോ അവൾ എപ്പം നോക്കിയാലും കുറുമ്പ് കാണിക്കാറ്. അതിനാണ് വർത്താനെല്ലാം പറഞ്ഞ് കുറേ നേരം ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് ആരെങ്കിലും മസാല ദോശ ഉണ്ടാക്കാത്തവരാണ് ഉണ്ടാക്കി നോക്ക്. എപ്പോഴും പറയും അയ്യോ മസാല ദോശ ഉണ്ടാക്കാൻ നല്ല പണിയല്ലേ എന്ന്. പക്ഷെ സത്യത്തിൽ തീരെ പണിയില്ലാത്ത പരിപാടിയാണ്. ചട്നി മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ദോശ കഴിക്കാനും പറ്റും. എന്നുവെച്ചാൽ നല്ല പറയുമ്പോഴും നല്ല മസാല ദോശയൊക്കെ വീട്ടിലുണ്ടാക്കിയെന്ന് പറയുമ്പോൾ രസമല്ലേ. ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാൻ പോയി നേരത്തിൻ്റെ ഉള്ളിൽ ഇവിടെ അപ്പേരെ പരിപാടി എന്താ നോക്കാം. എന്തുണ്ട് ഇവിടെ പരിപാടി? താങ്ക് യു താങ്ക് യു. ഞാൻ കരുതാം. ഞാൻ ഫുഡ് കഴിച്ചതിൻ്റെ അപ്പോൾ ആ കഴിച്ച പ്ലേറ്റ് മാത്രം കഴിയിട്ട് ബാക്കിയൊക്കെ അവിടെ വെച്ചിട്ട് പോവാട്ടെ ചെയ്തത്. കാരണം എനിക്ക് എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ആ നേരത്തിൻ്റെ ഉള്ളിൽ ഏട്ടൻ ബാക്കിയുള്ള എല്ലാ പാത്രങ്ങളും കഴുകി അടുക്കള ക്ലീനാക്കി തരുന്നുണ്ട്. അപ്പോഴേക്കും ഏട്ടൻ പറഞ്ഞു ഞാൻ ഉച്ചത്തേക്ക് ചോറ് വെച്ചിട്ടുണ്ട്, പക്ഷെ അവന് ചോറ് കഴിക്കണ്ട ഇഡ്ഡലി മതിയെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കാൻ നോക്കണം. ഇപ്പോൾ ഒരു ടൈം എനിക്ക് തോന്നുന്നു ഒരു 12 മണിയൊക്കെ ആയിട്ടുള്ളൂ. പക്ഷെ എന്നാലും രണ്ട് വിശക്കുണ്ട്, ഇഡ്ഡലി വേണമെന്ന് പറഞ്ഞു. ആ സാമ്പാറും ചട്നി ഇരിക്കുന്നുണ്ടെങ്കിൽ ഈ ദോശ ഇഡ്ഡലി ഉണ്ടാക്കുന്നത് അവന് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടി കേട്ടോ. അവന് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല ഇഡ്ഡലിയും സാമ്പാറും ചട്നിയാണ്. അത് കല്യാണത്തിന് മുന്നോട്ടേ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ വീട്ടിൽ സാമ്പാറും ഇഡ്ഡലി ആണെങ്കിൽ അപ്പോൾ എന്തോരം ഇഡ്ഡലി കഴിക്കാമെന്ന് പറയാൻ പറ്റില്ല. അത്രയ്ക്ക് ഇഡ്ഡലി കഴിക്കാൻ ഭയങ്കര ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇന്ന് ഞങ്ങൾ വെച്ച ചോറ് ഇനി നാളേക്ക് എടുക്കാം എന്നുള്ള തീരുമാനത്തിലെത്തി. ഉച്ചത്തേക്ക് ഇഡ്ഡലി ഉണ്ടാക്കാം എന്ന് വിചാരിച്ച് ഇഡ്ഡലി ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾക്ക് ഒരു സെറ്റ് ഇഡ്ഡലി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് 3 ആൾക്കും മതിയാവും. ഞാനും 2 ഇഡ്ഡലി കഴിക്കുള്ളൂ. എനിക്ക് അതിനും കൂടുതൽ കയറില്ല. പിന്നെ ഞാൻ വേഗം അടുക്കളയൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്.
ആണുങ്ങൾ എത്ര പണിയെടുത്താലും നമുക്കായിട്ട് ചെയ്യാൻ എന്തെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ. ഞാൻ അങ്ങനത്തെ ഒരാളാട്ടെ. എത്രയ്ക്ക് ചെയ്താലും എനിക്ക് അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെക്കണം, എന്നാലാണ് എനിക്കൊരു സമാധാനം കിട്ടുള്ളൂ. അപ്പോഴേക്ക് ഏട്ട അടിച്ചു വരാൻ വേണ്ടിയിട്ട് ചൂലും കൊണ്ട് പോയി. പക്ഷേ ഏട്ട എപ്പോൾ അടിച്ചു വരാൻ നോക്കിയാലും കാത്തുമ്പോൾ സമ്മതിക്കില്ല ഏട്ടാ. അതേപോലെ തന്നെ അവ അടിച്ചു വരുമ്പോഴുള്ള ബുദ്ധിമുട്ട് ഇതാണ്, അവ എപ്പോൾ അടിച്ചു വരികയാണെങ്കിലും സെറ്റും കാര്യങ്ങളൊക്കെ നീക്കിയിട്ടിട്ട് അടിച്ചു വരുള്ളൂ. അതൊത്തരം പ്രാന്ത. ഞാൻ പറയും ആഴ്ചയിലൊരിക്കൽ ഇങ്ങനെ അടിച്ചു വരാൻ മതി, ബാക്കിയുള്ള ദിവസങ്ങൾ ബാക്കിയുള്ള സ്ഥലങ്ങൾ അടിച്ചു വരും മതി. അതിൻ്റെ ഉള്ളിലേക്കൊന്നും എപ്പോഴും കരടുകളൊന്നും ആവില്ല എന്ന് പറഞ്ഞാലും അവന് മനസ്സിലാവില്ല. അവൻ ഇങ്ങനെ അടിച്ചു വരാൻ വേണ്ടി നിൽക്കും. അപ്പോഴേക്കും കാത്തുമ്മയായിട്ട് അടി ഉണ്ടാക്കും. അവൻ്റെ നിന്ന് ചൂല് മേടിക്കാൻ അവനുണ്ടാവും. പിന്നെ അവസാനം എന്നെയാണ് അവൾക്ക് ഇങ്ങനത്തെ കാര്യത്തിൽ പേടി. അപ്പോൾ ഞാൻ കുറേ മിരട്ടുമ്പോൾ വടി എടുത്തിട്ട് എന്നെ അടിക്കാൻ വരും. അപ്പോൾ ഞാനും നല്ല ചൂടായി, എൻ്റെ അടി കിട്ടേണ്ടത് നീ മാറിക്കോ എന്ന് പറയുമ്പോൾ പിണങ്ങിയിട്ട് ഇപ്പോൾ പൂട്ടാം. എന്നിട്ട് അടിച്ചു വരുന്ന പണി ഞാൻ ഏറ്റെടുത്തു, തുടയ്ക്കണ പണി ഏട്ടനും ഏറ്റെടുത്തു. അപ്പം അങ്ങനെ പിണങ്ങി കാത്തുമ്പോൾ പോയിട്ടുണ്ട്. അപ്പോഴേക്കും ഞാൻ വേഗം പോയിട്ട് അടിച്ചോരി എടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് പണിയെടുക്കാൻ സമ്മതിക്കില്ലാന്ന്. ഇപ്പം എന്നെ കുറ്റപ്പെടുത്തുന്നതാവൻ, ആ കുട്ടീനെ നീ വെറുതെ ചീത്ത പറഞ്ഞില്ല, അവൾക്ക് പണിയെടുക്കാനുള്ള ഇഷ്ടം കൊണ്ടല്ലേ എന്നുകൊണ്ട് എന്നെ കുറ്റപ്പെടുത്തിയിട്ട് പോയതാണ് നിങ്ങൾ കണ്ടത്. അപ്പം ഞാൻ വേഗം അടിച്ചോരി എടുക്കുന്നുണ്ട്. എന്നടിച്ചൊരു വൃത്തിയാക്കണ വീടാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എന്നടിച്ചൊരാൾ ഇതേപോലെ ഒരുപാട് കരടുകൾ ഉണ്ടാവും കേട്ടോ. കാരണം കാത്തുമ്മയ്ക്ക് രാത്രിയാകുമ്പോൾ ബുക്ക് പേപ്പറൊക്കെ എടുത്ത് കളിക്കുന്ന ശീലം ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെ കീറി പൊളിച്ച് അവൾ നേരെ റൂമിൻ്റെ കട്ടിൻ്റെ സൈഡിലും കാര്യങ്ങളൊക്കെ ഇട്ട് വയ്ക്കും. പിന്നെ ഇത് അടിച്ചു വരുമ്പോഴാണ് ഞാൻ കോരി കളയുക. അപ്പോൾ എന്ന് വീട് വൃത്തിയാക്കിയാലും ഇതേപോലെ 100,000 കരടും കാര്യങ്ങളും ഉണ്ടാവും. ഞാൻ ചിന്തിക്കും നമ്മൾ മൂന്നാളുടെ വീട്ടിൽ എന്തിനാണോ ഇത്രയും കരട് വരണേന്ന്. അതൊക്കെ വരുത്തണ നമ്മളെ കാത്തുമ്മയാണ്. അങ്ങനെ ഞാൻ അടിച്ചൊരു മാറ്റുമ്പോഴേക്കും ഏട്ടൻ തുടയ്ക്കുള്ള വടിയൊക്കെ കഴുകിയെടുക്കുന്നുണ്ട്. കൂടുതൽ ഇങ്ങനെ ഏട്ടൻ ചെയ്യും, ഞാൻ അടിച്ചൊരും ഏട്ടൻ തുടയ്ക്കും. ഏട്ടൻ അടിച്ചു വരാൻ വേണ്ടി എടുത്തിട്ട് ഈ മേശയും സെറ്റും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കിയിടും. അപ്പോഴേക്കും ഏട്ടൻ്റെ നിന്ന് ചൂല് കാത്തുമ്പോൾ മേടിക്കും. അവളേന്ന് ഞാൻ മേടിച്ചടിച്ചൊരും ഏട്ടൻ തുടയ്ക്കും. ഏട്ടൻ നല്ല ക്ലീനായി തുടയ്ക്കും കേട്ടോ. അത് ഭയങ്കര നല്ല ബലം ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ടൈലൊക്കെ നന്നായി ഉരച്ചെഴുകി വൃത്തിയാക്കും. അങ്ങനെ എൻ്റെ അടിച്ചോല് കഴിഞ്ഞുകൊണ്ട് ഞാൻ അടുക്കള ക്ലീനാക്കാൻ വേണ്ടി വന്നു. പല്ലാടും ചകിരിക്കിട്ട് ഉരച്ച് കഴുകി വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് എപ്പോഴും കമൻറ്റ് വരാറുണ്ട്, പൊന്നും അടുക്കള ക്ലീനാക്കുന്നത് കാണാൻ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ട്. സത്യത്തിലും എനിക്കും ഇഷ്ടമാണ്. എനിക്കിങ്ങനെ അടുക്കള ക്ലീനാക്കി അടുക്കള കാണുമ്പോൾ മനസ്സിന് ഭയങ്കര സന്തോഷമാണ്. എന്താണെന്നാവോ, എനിക്കൊരു 10 കോടി രൂപ ലോട്ടറി അടിച്ച സന്തോഷമൊക്കെ എന്ന് പറയില്ലേ, എനിക്കങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് അടുക്കള എപ്പോഴും വൃത്തിയായിരിക്കുന്നത് കാണാൻ. വീട് എപ്പോഴും വൃത്തിയാവണമെന്ന് ഞാൻ പറയില്ല, പക്ഷെ എനിക്ക് അടുക്കള മെയിനായിട്ട് ക്ലീൻ ആയിരിക്കണം. അപ്പം ഞാനല്ല ഏട്ടനാണ് ക്ലീൻ ആക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ള പാത്രങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ടാവും, ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ തുടച്ചെടുക്കും. ഞാൻ അങ്ങനെയല്ല ഏട്ടാ, ഞാൻ മാക്സിമം എല്ലാം ഒതുക്കി മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ചതിൻ്റെ ശേഷമാണ് ഞാൻ ചെയ്യുള്ളൂ. അല്ലാതെ കിടക്കളയിൽ ഒരുപാട് പാത്രങ്ങളോ കവറുകളോ കാര്യങ്ങളോ ഒന്നും ഇരിക്കുന്നത് ഇഷ്ടമല്ല. പക്ഷേ ഞാൻ ഇതൊക്കെ ക്ലീനാക്കി പോയിട്ടും കാര്യമില്ല കേട്ടോ. എന്തെങ്കിലും സാധനം എടുത്ത് കഴിഞ്ഞാൽ അത് നേരെ നമ്മളെ ഓവൻ്റെ സൈഡിൽ ഏട്ടനെ കൊണ്ടുവയ്ക്കണം. എന്ത് സാധനം കബോർഡിൽ നിന്ന് എടുത്താലും നേരെ ഓവൻ്റെ അവിടെ കൊണ്ടുവയ്ക്കുക കേട്ടോ. അതിന് ഞാൻ ഒരുപാട് അടി ഉണ്ടാക്കാറുണ്ട്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, അവർ വീണ്ടും അതുതന്നെ ചെയ്യുള്ളൂ. അങ്ങനെ ഞങ്ങൾ പണികളെല്ലാം കഴിഞ്ഞു. ഇനി ഞങ്ങൾ ഉച്ചത്തെ ഫുഡ് കഴിക്കാൻ. അപ്പോൾ ഇഡ്ഡലിയും സാമ്പാറും ചട്നിയും കൂട്ടി ഫുഡൊക്കെ കഴിച്ചതിൻ്റെ ശേഷം ഞങ്ങൾ പോയി നല്ലൊരു ഉറക്കം ഉറങ്ങി. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ള, നാളെ പുതിയ വീഡിയോ ആയിട്ട് വന്നേക്കും. ബൈ.